ദേശീയപാത 85ന്റെ ഭാഗമായ ഇടുക്കി മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. വലിയ തോതിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞിട്ടുള്ള സ്ഥിതിയാണുള്ളത്. പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് ആശങ്കയാണ്. 2018 വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതിന് സമീപമാണ് വീണ്ടും വലിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പ്രളയകാലത്താണ് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതിന് ഏതാനും സമീപമാണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. വലിയ തോതിൽ മണ്ണും കല്ലും ഇടിഞ്ഞ് റോഡിലേക്കും റോഡിൽ നിന്ന് താഴ്ഭാഗത്തേക്കും പതിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട്. മണ്ണിടിച്ചിലുണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും പ്രദേശത്തിപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് ആശങ്കയാണ്. നമ്മൾ താഴെ സെർച്ച് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു 407 വണ്ടി താഴെ കിടപ്പുണ്ട്. അതിന് ഒരു 10 മീറ്റർ മുകളിലായിട്ട് ഈ ഒരാള് പാറയിൽ തലയടിച്ച് വീണ് കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അയാളെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും വീണ്ടും ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളൊരു ഇതിന്റെ പുറത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടതനുസരിച്ച് നമ്മൾ അവിടെ മുഴുവൻ സെർച്ച് ചെയ്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആളുണ്ടായിരുന്നു എന്നും അയാൾ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്നും അയാളാണ് ഇങ്ങനെ അപകടം നടന്ന വിവരം അറിയിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദൃക്സാക്ഷികൾ ആരും ഇല്ല. ഈ വീഴുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പൊ ഇന്ന് പോയി മണ്ണ് മാറ്റുന്ന സമയത്ത് നമ്മളത് പരിശോധിക്കുന്നതാണ്. മണ്ണിടിച്ചിലിൽ അകപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന ആൾ ഇന്നലെ മരണപ്പെട്ടിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ വേറെ വാഹനങ്ങളോ ആളുകളോ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണ് ഫയർഫോഴ്സ് അടക്കം ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇതിനുശേഷമാകും വലിയ തോതിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുക. മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മഴ വീണ്ടും ശക്തിപ്പെട്ടാൽ പ്രദേശത്ത് വീണ്ടും ഇടിച്ചിൽ സാധ്യത രൂപം കൊള്ളുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ദേവികുളം ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രിയാത്ര ഇന്നലെ നിരോധിച്ചിരുന്നു. പകൽ ഈ മേഖലയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും നിയന്ത്രണമുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.